യമാമയിലെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഉമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ കണ്ടാലും വധിച്ചു കളയണമെന്ന് അയാൾ തൻ്റെ അനുചരന്മാരോട് ഓർഡർ കൊടുത്തിരുന്നു. അങ്ങനെയിരിക്കെ അയാളും പരിവാരങ്ങളും മക്കയിലേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ മദീനയുടെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ശക്തമായ കൊടുങ്കാറ്റിലും പേമാരിയിലും പെട്ട് അയാളുടെ കുറേ അനുചരന്മാർ മരണപ്പെട്ടു. കുറേ ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ഈ സംഭവം നിരീക്ഷിക്കുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതാനും ചില സഹാബാക്കൾ ഈ പ്രകൃതിക്ഷോഭം നടന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ സഹാബാക്കൾക്ക് കാണാൻ കഴിഞ്ഞത് മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ഉമാമയുടെ ശരീരമാണ്. അയാളെ മദീനത്തെ പള്ളിയിലേക്ക് സഹാബാക്കൾ കൊണ്ടുവന്നു. മദീനത്തെ പള്ളിയുടെ ഒരു തൂണിൽ അയാളെ കെട്ടിയിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോൾ ബന്ധനസ്ഥനാക്കപ്പെട്ട ഉമാമയാണ് കാണുന്നത്. സഹാബത്തിനോട് പറഞ്ഞു, ഉമാമയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പോയി അയാൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഉമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ആളാണ് ഈ ഉമാമ. നിങ്ങൾക്കെന്നെ വേണമെങ്കിൽ കൊന്നുകളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുഞ്ചിരിയോടുകൂടി അവിടെ നിന്നും പോയി. പിറ്റേ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഭക്ഷണവും പാനീയവും കൊണ്ടുവന്നു കൊടുത്തു. അപ്പോഴും ഉമാമ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വധിച്ചു കളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല. തങ്ങളൊരു പുഞ്ചിരി തൂകി അവിടുന്ന് പോയി. മൂന്നാം ദിവസവും ഭക്ഷണവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് വന്നു. അപ്പോഴും ഉമാമ പറഞ്ഞു, നിങ്ങൾക്കെന്നെ കൊന്നുകളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾ ഉമാമയെ മോചിപ്പിക്കുക. അയാൾ അയാളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. സഹാബാക്കൾ അയാളെ കെട്ടഴിച്ചു വിട്ടു. അയാൾ പറഞ്ഞു, ഇന്ന് വരെ ലോകത്തിൽ ഏറ്റവും എനിക്ക് വെറുപ്പുള്ള ആൾ നിങ്ങളായിരുന്നു. ഇന്നു മുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ആൾ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾ പ്രവാചകരെ താങ്കളാണ്.